ഇത് തേരോഴി രാമക്കുറുപ്പ്, കേരളത്തിലെ ആമുഖം ആവശ്യമില്ലാത്ത മേളകലാ ചക്രവർത്തി. അരനൂറ്റാണ്ടിലേറെ നീണ്ട വാദ്യകലാ സബരിയക്കിടെ വാരിക്കൂട്ടിയ നൂറുകണക്കിന് അംഗീകാരങ്ങൾക്കും പുരസ്കാരങ്ങൾക്കും മംഗളപത്രങ്ങൾക്കുമൊടുവിൽ തിരുവിതാംകൂർ രാജമുദ്ര പതിച്ച വീരശൃംഖലയും തേടിയെത്തിയതിൻ്റെ അഭിമാന നിറവിലാണ് തേരോഴി രാമക്കുറുപ്പും കുടുംബവും. മേളകലാ ആചാര്യൻ എന്നതിനൊപ്പം 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വടക്കുപുറത്ത് പാട്ടിൻ്റെ മുഖ്യ കളമെഴുത്ത് ആചാര്യൻ കൂടിയാണ് തേരോഴി രാമക്കുറുപ്പ്. മേളം, തായമ്പക, കൊട്ടിപ്പാടി സേവ എന്നിവ അഭ്യസിച്ച ശേഷം തേരോഴി രാമക്കുറുപ്പ് തൻ്റെ 15ാമത്തെ വയസ്സിൽ ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് മുന്നിൽ തായമ്പക അവതരിപ്പിച്ചുകൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീടങ്ങോട്ട് പാണ്ടിമേളം, പഞ്ചാരിവാദ്യം, കളംപൂജ, ഉത്സവബലി, വലിയ ഗുരുതി, മരപ്പാണി, കലശം തുടങ്ങിയ ക്രിയാനുഷ്ഠാനങ്ങളിലും നിറസാന്നിധ്യമായി തുടരുകയാണ് രാമക്കുറുപ്പ്. എണ്ണിയാൽ തീരാത്തത്ര പുരസ്കാരങ്ങളാണ് തേരോഴി രാമക്കുറുപ്പിനെ തേടിയെത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ രാജമുദ്ര പതിച്ച വീരശൃംഖല രാമക്കുറുപ്പിന് നൽകുന്ന ചടങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിളംബരം മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ 27-ാം തീയതി വെള്ളിയാഴ്ച നിർവഹിക്കും. പുരസ്കാര ലബ്ധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാം ഈശ്വരൻ സമർപ്പിക്കുകയാണ് ഈ പരമഭക്തൻ. തിരുനാളിൽ കിട്ടിയ പുരസ്കാരം കൊണ്ട് ഇത് വളരെ സന്തോഷവാനാണ്. ഇനിയും അനേകം പുരസ്കാരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വിക്കത്തപ്പൻ്റെ, ഉദാഹരണത്തപ്പൻ്റെയും ചാത്തക്കുടി ഭഗവതി ചങ്ങായികളുടെ അനുഗ്രഹങ്ങളാണ് ഈ പുരസ്കാരത്തിലും എനിക്ക് വിശ്വാസം. ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തി എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ ഇതായിട്ടാണ് സമർപ്പണം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പൈസയോ പ്രതിഫലത്തെയോ ഉദ്ദേശിച്ച് ചെയ്യാറില്ല. സംഘാടക സമിതി ചെയർമാനും ഉദയനാപുരം ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും റിട്ടയർഡ് CRPF DYSPയുമായ VR ചന്ദ്രശേഖരൻ നായരുടെ വാക്കുകൾ. ഏതാണ്ട് 5 പതിറ്റാണ്ടുമായിട്ട് അദ്ദേഹം മേളകലയുടെ ആചാര്യനാണ്. അദ്ദേഹത്തിന് പല പുരസ്കാരങ്ങളും കിട്ടി. പരസ്പര പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് വെളിയിലുള്ള പുരസ്കാരങ്ങൾ, അങ്ങനെ 30-ന് മുകളിൽ പുരസ്കാരം അദ്ദേഹം ഇതുവരെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വീരശൃംഖല എന്ന് പറയുന്ന ഒരു പുരസ്കാരം പ്രത്യേകിച്ച് തിരുവിതാംകൂറുകാർക്ക് വളരെ അഭിമാനകരമാണ്. വീരശൃംഖല ശ്രീപത്മനാഭൻ്റെ ചിഹ്നത്തോടുകൂടി, അതായത് രാജമുദ്രയോടുകൂടി ആണ് ഇത് കൊടുക്കപ്പെടുന്നത്. അത് തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ അംഗീകാരം. വളരെ വൈകിയാണെങ്കിലും ഞാൻ രാമചേട്ടൻ എന്നാണ് വിളിക്കാറ്. ശ്രീ രാമക്കുറുപ്പിന് അംഗീകാരം കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഇത് ഉദയനാപുരത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് തന്നെ വളരെ അഭിമാനകരമായ നേട്ടമാണ്. സരസ്വതി മാരസ്യാരാണ് രാമക്കുറുപ്പിൻ്റെ ഭാര്യ. ഉണ്ണികൃഷ്ണൻ, ഹരികൃഷ്ണൻ എന്നിവരാണ് മക്കൾ. ഉണ്ണികൃഷ്ണൻ കോളേജ് അധ്യാപനത്തിനൊപ്പവും ഹരികൃഷ്ണൻ ഉദയനാപുരം ക്ഷേത്രത്തിലെ വാദ്യജോലിക്കൊപ്പവും പിതാവിനെ സഹായിച്ചും അനുഗമിച്ചും ഒപ്പമുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ട് സമാഗതമായിരിക്കെ അതിനുള്ള ഒരുക്കങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ് പുരസ്കാര നിറവിലും തേരോഴി രാമക്കുറുപ്പ്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.